കേരളത്തിൽ കാലവർഷം തകർത്തു പെയ്യുകയാണ്. മെയ് 24-ന് കാലവർഷം എത്തി. ഇന്നലെ വരെ 7 ദിവസം കേരളത്തിൽ പെയ്ത മഴയുടെ കണക്കാണ് നമ്മൾ പരിശോധിക്കുന്നത്. ശരാശരി ലഭിക്കേണ്ട മഴ സംസ്ഥാനത്ത് ഈ 7 ദിവസം കൊണ്ട് 69.6 മില്ലിമീറ്റർ മഴയായിരുന്നു. നമുക്ക് ലഭിച്ചത് 395.5 മില്ലിമീറ്റർ മഴ. അതായത് 5.5 മടങ്ങ് അധികം മഴ കേരളത്തിൽ ഈ 7 ദിവസം കൊണ്ട് പെയ്തു. ഇനി ഓരോ ജില്ലകളിലെയും കണക്കാണ് പരിശോധിക്കുന്നത്. കണ്ണൂരിൽ ശരാശരി ലഭിക്കേണ്ട മഴ 66.1 മില്ലിമീറ്റർ മഴയായിരുന്നു. പെയ്തത് 632.1 മില്ലിമീറ്റർ മഴ. അതായത് വടക്കൻ കേരളത്തിൽ കണ്ണൂരാണ് ഏറ്റവും കൂടുതൽ മഴ ലഭിച്ചത്. രണ്ടാമത് കോഴിക്കോടാണ്. 87.3 മില്ലിമീറ്റർ മഴ ലഭിക്കേണ്ടടുത്ത് 581.6 മില്ലിമീറ്റർ മഴ കോഴിക്കോട് ജില്ലയിൽ പെയ്തു. ഇടുക്കിയിൽ 71.8 മില്ലിമീറ്റർ മഴയാണ് ശരാശരി ലഭിക്കേണ്ടിയിരുന്നത്. പെയ്തത് 455.6 മില്ലിമീറ്റർ മഴ. പാലക്കാട്, കാസർഗോഡ്, മലപ്പുറം ജില്ലകളിൽ യഥാക്രമം 416.3 മില്ലിമീറ്റർ മഴ പാലക്കാട് പെയ്തു. കാസർഗോഡ് 410, മലപ്പുറത്ത് 389.5 മില്ലിമീറ്റർ മഴ. ഇവിടെ എല്ലായിടത്തും 100-ൽ താഴെയായിരുന്നു ശരാശരി മഴ നമുക്ക് ലഭിക്കേണ്ടിയിരുന്നത്. തൃശൂർ, കോട്ടയം, വയനാട് ജില്ലകളിലും 370-ന് മുകളിലാണ് മഴയുടെ കണക്ക്. അതായത് 385.4 മില്ലിമീറ്റർ മഴ തൃശ്ശൂർ പെയ്തപ്പോൾ കോട്ടയത്ത് 375.3 മില്ലിമീറ്റർ മഴയാണ് പെയ്തത്. വയനാട് 374.1 മില്ലിമീറ്റർ മഴയും വയനാട് പെയ്തു. എറണാകുളത്ത് 371.6, പത്തനംതിട്ടയിൽ 300.5, കൊല്ലത്ത് 236.5, ആലപ്പുഴയിൽ 232.5 മില്ലിമീറ്റർ മഴ ലഭിച്ചപ്പോൾ തിരുവനന്തപുരത്താണ് 14 ജില്ലകളെയും താരതമ്യം ചെയ്യുമ്പോൾ ഏറ്റവും കുറവ് മഴ ലഭിച്ചത്. തിരുവനന്തപുരത്താണ് 201.7 മില്ലിമീറ്റർ മഴയാണ് തിരുവനന്തപുരത്ത് പെയ്തത്. അതായത് ഈ മഴക്കണക്കുകൾ പരിശോധിച്ചാൽ നമുക്കറിയാം തിരുവനന്തപുരത്ത് തന്നെ സജീവമായി മഴയുണ്ടായിരുന്നു. എങ്കിൽ കൂടിയും ഏറ്റവും കുറവ് മഴ കണക്കുകൾ പ്രകാരം ലഭിച്ചത് തിരുവനന്തപുരം ജില്ലയാണ്. 201.7 മില്ലിമീറ്റർ മഴ. വരും ദിവസങ്ങളിലും കാലവർഷം ശക്തമായി തന്നെ തുടരുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ പ്രവചനം. ഇത്തവണ ശരാശരി ലഭിക്കേണ്ട മഴയേക്കാൾ കൂടുതൽ മഴയായിരിക്കും കാലവർഷ കാലയളവിൽ, അതായത് ജൂൺ മുതൽ സെപ്റ്റംബർ വരെയുള്ള മാസത്തിൽ പെയ്യുക എന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ പ്രവചനമുണ്ട്.